Welcome to the lecture. Theorem: if AB is greater than 0, then either A greater than 0 and B greater than 0, or A less than 0 and B less than 0. അതായത് രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ് എയും ബിയും രണ്ട് റിയൽ നമ്പേഴ്സാണ്. അവരുടെ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ രണ്ട് പോസിബിലിറ്റി ഉള്ള ഒന്നുകിൽ എയും ബിയും പോസിറ്റീവ് ആവണം, അല്ലെങ്കിൽ എയും ബിയും എന്താവണം, നെഗറ്റീവ് ആവണം. അതിൻ്റെ പ്രൂഫാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, സോ എ ബി ഇസ് ഗ്രേറ്റർ ദാൻ 0, ഇത് നമുക്ക് ഗിവൺ കണ്ടീഷനാണ്. എ ബി ഇസ് പോസിറ്റീവ്. അപ്പോൾ എ ബി രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ഉറപ്പിക്കാം? എയും 0 അല്ല, ബിയും 0 അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ദാറ്റ് മീൻസ് എ ബിലോങ് ടു R-0, അല്ലേ? 0 അല്ലാത്തൊരു റിയൽ നമ്പറാണ് എ. അപ്പോൾ എ 0 അല്ലാത്ത റിയൽ നമ്പർ ആണെങ്കിൽ ട്രൈക്കോട്ടോമിക് പ്രോപ്പർട്ടി പ്രകാരം നമ്മുടെ എക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉള്ളത്? ഒന്നെങ്കിൽ അത് പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ 0 ആവാമെന്ന് പറഞ്ഞേക്കണേ. സോ ഇവിടെ 0 അല്ല. 0 അല്ലാത്തടത്തോളം കാലം then A is either positive or A is negative, because A is not 0. 0 ആവില്ലാത്തതുകൊണ്ട് ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് പോസിബിലിറ്റി ഉള്ളൂ. സപ്പോസ് ഇഫ് A is positive, A പോസിറ്റീവ് ആണെങ്കിൽ 1/A പോസിറ്റീവ് ആണ്. 1/A പോസിറ്റീവ് ആണെങ്കിൽ 1/A എവിടെ ഉണ്ടാവും? പിയിലുണ്ടാവും. ഓക്കെ, 1/A പിയിലുണ്ടാവും. ഇനി നമുക്ക് തന്നിട്ടുണ്ട് given that AB is greater than 0. Now this is given that AB is greater than 0. സോ എ ബി എവിടെ ഉണ്ട്? പിയിലുണ്ട്. സോ 1/A പിയിലുണ്ട്, എ ബി പിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ 1/A ഇൻറ്റു എ ബി എവിടെ ഉണ്ടാവണം? പിയിലുണ്ടാവണം, അല്ലേ? ബിക്കോസ് പി രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്താവണം? പോസിറ്റീവ് ആവണം. സോ 1/A ഇൻറ്റു എ ബി പിയിലുണ്ടാവണം. സോ 1/A ഇൻറ്റു എ ബി എന്താവും? ഗ്രേറ്റർ ദാൻ 0. 1/A ഇൻറ്റു എ ബി ഗ്രേറ്റർ ദാൻ 0 ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ ഉപയോഗിച്ചിട്ട് ബ്രാക്കറ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യും. 1/A ഇൻറ്റു എ ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ 0 എന്നാവും. അതായത് 1/A ഇൻറ്റു എ 1 ആയി, 1 ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ 0, അത് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. അതായത് എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദിസ് വിൽ ഇംപ്ലൈ ബി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0 രണ്ടും ഒരുമിച്ച് വരുള്ളൂ കേട്ടോ. ഇതുപോലെ സപ്പോസ് ഇഫ് എ ലെസ് ദാൻ 0, എ ലെസ് ദാൻ 0 ആണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നമുക്ക് പ്രൂഫ് കൊണ്ടുവരാൻ പറ്റും. എ ലെസ് ദാൻ 0 ആണെങ്കിൽ എന്ത് സംഭവിക്കുക? 1/A ലെസ് ദാൻ 0 ആയിരിക്കും, അല്ലേ? എ ലെസ് ദാൻ 0 ആണെങ്കിൽ എ ലെസ് ദാൻ 0 ആണ്. അപ്പോൾ 1/Aയും എന്താണ്? ലെസ് ദാൻ 0 ആണ്. 1/A ലെസ് ദാൻ 0 ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചേക്കണേ? അത് നെഗറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. സോ -1/A പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ -1/A എവിടെ ഉണ്ടാവും? പിയിലുണ്ടാവും. പക്ഷേ എ ബി പിയിലുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ 1/Aയും പിയിലുണ്ട്. സോ 1/A ഇൻറ്റു എ ബി എവിടെ ഉണ്ടാവും? പിയിലുണ്ടാവും. 1/A ഇൻറ്റു എ ബി നമ്മൾ നേരത്തെ അസോസിയേറ്റീവിലോ പറഞ്ഞപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ -1/A ഇൻറ്റു എ ഇൻറ്റു ബി എവിടെ ഉണ്ടാവും? പിയിലുണ്ടാവും. അതായത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് -1 ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ 0 ആണ്. -B പോസിറ്റീവ് എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ബി ഈസ് നെഗറ്റീവ്. സോ എ ഈസ് നെഗറ്റീവ് ഇംപ്ലൈസ് ബി ഈസ് നെഗറ്റീവ്. ഇനി നമുക്ക് അതിൻ്റെ പ്രൂഫ് അവസാനിപ്പിക്കാം. സോ നമുക്ക് രണ്ട് കണ്ടീഷൻ കിട്ടി. ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 then ബി ഈസ് ഗ്രേറ്റർ ദാൻ 0, ആൻഡ് ഇഫ് എ ലെസ് ദാൻ 0 then ബി ഈസ് ഓൾസോ ലെസ് ദാൻ 0. അടുത്തതിൻ്റെ കൊറോളറിയാണ് എ ബി നെഗറ്റീവ് ആണ് കേട്ടോ. എ ഇൻറ്റു ബി നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൺ എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ലെസ് ദാൻ 0. സെക്കൻഡ് വൺ എ ലെസ് ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷനാണ് നടക്കുന്നുണ്ടാവുക. ഒന്നെങ്കിൽ എ ബി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എ പോസിറ്റീവ് ആണെങ്കിൽ ബി നെഗറ്റീവ് ആയിരിക്കും. അഥവാ അല്ല, ഇനി എ നെഗറ്റീവ് ആണെങ്കിലോ ബി പോസിറ്റീവ് ആയിരിക്കും. അതിൻ്റെ പ്രൂഫ് നോക്കിക്കോളൂ. സോ ഗിവൺ ദാറ്റ് എ ബി ഈസ് നെഗറ്റീവ്, എ നോട്ട് ഈക്വൽ 0 ആൻഡ് ബി നോട്ട് ഈക്വൽ 0, രണ്ടും 0 അല്ല. ഓക്കെ, സോ എ ബിലോങ് ടു R-0, ദാറ്റ്സ് ഓക്കെ. Now by trichotomy property, A has two possibilities. A is either greater than 0 or A is less than 0. If A is positive, okay, suppose if A is greater than 0, നമുക്ക് കാണിക്കണം A greater than 0, നമുക്ക് കാണിക്കണം B less than 0 എന്ന് കാണിക്കണ്ടേ. A greater than 0 ആണ്, therefore 1/A is greater than 0. That means 1/A belong to P. But given that AB is negative, AB less than 0 ആണ്, therefore minus of AB below greater than 0. So minus of AB ഇവിടെ ഉണ്ട്, പിയിലുണ്ട്. സോ A പിയിലുണ്ട്, 1/A പിയിലുണ്ട്, -AB പിയിലുണ്ടെങ്കിൽ 1/A ഇൻറ്റു -AB അവിടെ ഉണ്ടാവും, പിയിലുണ്ടാവും. അതായത് ഗ്രേറ്റർ ദാൻ 0 ആണ്. പിയിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ നമ്പർ ഗ്രേറ്റർ ദാൻ 0 എന്നർത്ഥം. ദാറ്റ് ഈസ് -1/A ഇൻറ്റു എ ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ 0 ആയി. അതായത് -B ഗ്രേറ്റർ ദാൻ 0 ആയി. ദാറ്റ് ഈസ് ബി ലെസ് ദാൻ 0 എന്നായി. അതായത് ഇഫ് എ ബി ലെസ് ദാൻ 0 ആണ്, എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആണ്. പക്ഷേ അതിൽ ഒരാൾ പോസിറ്റീവ് ആണെങ്കിൽ മറ്റൊരാൾ തറപ്പെട്ട് എന്താവണം? നെഗറ്റീവായി പറ്റത്തുള്ളൂ. ഓക്കെ, സിമിലർലി ദി അതർ, ഇഫ് എ ഈസ് ലെസ് ദാൻ 0, എ ലെസ് ദാൻ 0 ആണെങ്കിൽ 1/A ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ -1/A പിയിൽ മെമ്പറാവും കേട്ടോ. നേരത്തെ പറഞ്ഞ അതേ പ്രൂഫ് പോലെ കേട്ടോ.
എ ലെസ് ദാൻ 0 1/a നെഗറ്റീവ് ആവും, അപ്പോൾ -1/a പോസിറ്റീവ് ആവും. പക്ഷേ എ ബി നെഗറ്റീവാണ്, സോ -f(ab) പോസിറ്റീവാണ്. സോ -1/aയും പിയിലുണ്ട്, എ ബിയും -ab പിയിലുണ്ടെങ്കിൽ -1/a ഇൻറ്റു -ab അവിടെ ഉണ്ടാവണം, പിയിലുണ്ടാവണം, അതുകൊണ്ട് അത് പോസിറ്റീവ് ആവും. ദാറ്റ് ഇസ് -1/a ഇൻറ്റു -a ഇൻറ്റു ബി എന്താണ് പോസിറ്റീവാണ്, ദാറ്റ് ഇസ് ബി പോസിറ്റീവ് ആണെന്ന് കിട്ടും. ബിക്കോസ് -1/a ഇൻറ്റു a നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയാൽ മൈനസ് ഇൻറ്റു മൈനസ് നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. സോ ഈ ഗെറ്റ് ബി കിട്ടാൻ 0. അതായത് എ നെഗറ്റീവ് ആണെങ്കിൽ ബി എന്തായിരിക്കും, ബി പോസിറ്റീവാണ് കിട്ടും. ഓക്കെ, സോ എ ബി നെഗറ്റീവ് ആണെങ്കിൽ എ പോസിറ്റീവ് ആണെങ്കിൽ ബി നെഗറ്റീവാണ്, എ നെഗറ്റീവ് ആണെങ്കിലോ ബി പോസിറ്റീവാണ്. അടുത്ത ഡിറ്റർമിൻ ദ സെറ്റ് ക്യാപിറ്റൽ എ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് ബിലോങ് ടു ആർ സെറ്റ് സച്ച് ദാറ്റ് 2x + 3 ≤ 6. സെറ്റുകൾ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ആ സെറ്റ് എന്ന സെറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുക, അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എയിൽ ഒരു മെമ്പറിൻ്റെ പ്രത്യേകത പറയുന്നത് എന്താ, എയിൽ മെമ്പർ ആവാനുള്ള പ്രത്യേകത ഇത്രയേ ഉള്ളൂ. എന്താ പ്രത്യേകത പറയുന്നത്, 2x + 3 എന്താവണം, << 6 ആവണം. 2x ഇപ്പോൾ ഏതൊക്കെ എക്സുകൾ ആറിലുണ്ടാവുക, ദോസ് റിയൽ നമ്പേഴ്സ് സാറ്റിസ്ഫൈങ് വാട്ട് കണ്ടീഷൻ, 2x + 3 << 6. അപ്പോൾ എക്സ് എയിലുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം, 2x + 3 << 6 ഹോൾഡ് ചെയ്യണം. ഉണ്ടോ, അതായത് രണ്ട് സൈഡിലും ഇവിടെയും LHSലും RHSലും എന്ത് ചെയ്യുക, നമ്മൾ 3 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2x + 3 - 3 << 6 - 3. 3നെ അങ്ങോട്ട് കൊണ്ടുവന്ന് പറയരുത്, രണ്ട് സൈഡിലും 3. നമുക്ക് വേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സ് മാത്രം നിൽക്കണം, അത് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 കൊണ്ട് ആദ്യം രണ്ട് സൈഡിലും സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2x << 3 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സൈഡിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ 1/2 കൊണ്ട് ഇൻറ്റു ചെയ്യും. രണ്ടും ഒരേ എഫക്റ്റ് തന്നെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1/2 × 2x << 1/2 × 3 എന്ന് കിട്ടി, or x << 3/2 എന്ന് കിട്ടി. ഉണ്ടോ, സോ 3/2നേക്കാളും ചെറിയ എല്ലാ എക്സുകൾക്കും അത് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഉണ്ടോ, A is equal to set of x belong to R such that x is << 3/2. അപ്പോൾ നമുക്ക് x << 3/2 കിട്ടും. എക്സ് അപ്പോൾ 3/2നേക്കാളും ചെറിയ എല്ലാ എക്സുകളെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്. നമ്മൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വരയ്ക്കുക. ഇവിടെ നമുക്ക് എന്തുണ്ട്, 0 ഉണ്ട്. 3/2 നമുക്ക് എന്താ അറിയാം, 1.5 എന്നറിയാം. സോ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1.5 ഉണ്ട്. അപ്പോൾ x << 3/2 എന്ന് പറഞ്ഞാൽ 1.5നേക്കാളും ചെറിയ എല്ലാ നമ്പർ ഈക്വാലിറ്റി ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഈ 1.5 ലെഫ്റ്റിലേക്കുള്ള ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഈ പർട്ടിക്കുലർ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ എക്സ് എ എന്ന് പറഞ്ഞ സെറ്റ് എന്താ വരിക, -∞ മുതൽ 3/2 വരെയുള്ള എല്ലാ പോയിൻറ്റ്സും ഹോൾഡ് ചെയ്യും. കേട്ടോ, 3/2 ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ x << 3/2 പറഞ്ഞാൽ 3/2 അടക്കം ഇങ്ങോട്ട് വരും, ലെഫ്റ്റിലേക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സ്. സോ -∞ മുതലുള്ള ഏത് നമ്പർ എടുത്താലും എവിടം വരെ, 3/2 വരെയുള്ള ഏത് നമ്പർ എടുത്താലും ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. ദ ഫ്രൈ ഈസ് ഈക്വൽ ടു വാട്ട് കണ്ടോ, -∞, 3/2. ഓക്കെ, ഫൈൻ. അടുത്ത ഡിറ്റർമിൻ ദ സെറ്റ് ക്യാപിറ്റൽ B ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് ബിലോങ് ടു R സച്ച് ദാറ്റ് x² + x > 2. x² + x 2നേക്കാളും വലുതായിട്ടുള്ള എക്സുകളുടെ കളക്ഷനാണ് നമുക്ക് ആവശ്യം. സോ എക്സ് ബിയിലുണ്ടെന്ന് വിചാരിക്കുക. എക്സ് ഇവിടെ നോക്കുക, ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ എഴുതുന്ന എക്സ് ബിയിലുണ്ടെങ്കിൽ x² + x > 2 ആയിരിക്കും. അതുപോലെ തന്നെ x² + x > 2 ആയിട്ട് എക്സ് എങ്ങനെ എവിടെ ഉണ്ടാവും, ബിയിലുണ്ട്. അപ്പോൾ ഇത് ഇവിടെ കാണുന്നത് ഇത് ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ആണ്. രണ്ട് സൈഡിലും ആരോ മാർക്ക് ഇടണം കേട്ടോ. വളരെ പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യമാണത് കേട്ടോ. ബുക്കിൽ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുള്ളൂ, പക്ഷേ നിങ്ങൾ മൊത്തത്തിൽ അത് എഴുതിക്കോളൂ. സോ എക്സ് ബിലോങ് ടു ബി ആയിരിക്കുക. സോ x² + x > 2 ആണ്. x² + x > 2 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, രണ്ട് സൈഡിലും 2 സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x² + x - 2 > 0 എന്ന് കിട്ടി അല്ലേ. RHSൽ 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 - 2 0 ആകുമ്പോൾ ഇവിടെ ആകുമ്പോൾ -2 നിൽക്കും. സോ x² + x - 2 > 0 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ, ദാറ്റ് മീൻസ് സിംപ്ലിഫൈ ചെയ്യുന്നത്. x² + x - 2 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, x + 2 × x - 1 > 0 എന്ന് കിട്ടും. x + 2 × x - 1 > 0 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ രണ്ട് നമ്പറുകളുടെ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആകും, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആകും. സോ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. സോ വി ഹാവ് 2 പോസിബിലിറ്റീസ്. ഫസ്റ്റ് വൺ എന്താണ്, ഇതാണ് ഫസ്റ്റ് പോസിബിലിറ്റി. x + 2 പോസിറ്റീവ് ആവാം ആൻഡ് x - 1 പോസിറ്റീവ് ആവാം. അല്ലെങ്കിലോ x + 2 നെഗറ്റീവ് ആവാം ആൻഡ് x - 1 നെഗറ്റീവ് ആവാം. ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആവാം. സപ്പോസ് രണ്ടും പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ x + 2 > 0 ആൻഡ് x - 1 > 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും, x + 2 > 0 എന്ന് വെച്ചാൽ എന്താ, x < -2 ആയിരിക്കും. x - 1 > 0 x < 1 ആയിരിക്കും.
അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എക്സ് -2 വലുതാവും ആൻഡ് എക്സ് 1 വലുതാവും എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും റിയൽ ലൈൻ വരച്ചു വെക്കുക. ഇവിടെ നമുക്ക് 0 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്, ഇവിടെ -2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞാൽ എന്താ? -2 വലുതാവണം. സോ -2 പ്രതി എല്ലാ നമ്പറും എടുക്കണം, ഏത് നമ്പർ കൊണ്ടാവാം. ആൻഡ് 1 വലുതാവണം. ഒരേ സമയത്ത് രണ്ടും നടക്കണം. എക്സ് -2 വലുതാവണം എന്നാൽ 1 വലുതാവണം. ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്ന എക്സിലാണ് നമുക്ക് ആവശ്യം. ആദ്യം കിട്ടിയത് -2 വലുതാണ്, പിന്നെ കിട്ടിയത് എന്താ? 1 വലുതാവണം. നമുക്ക് രണ്ടും ആൻഡ് ആയത് കാരണം രണ്ടും ഒരുമിച്ച് നടക്കണം. അത് എവിടെ കിടക്കുന്നുണ്ടാവുക? അത് 1 വലിയ നമ്പറുകൾക്കാണ് സാധ്യമാവുക. കാരണം 1 വലിയ എല്ലാ നമ്പറുകളും -2 എന്തായിരിക്കും? വലുതായിരിക്കും. അപ്പോൾ രണ്ട് കണ്ടീഷനും ഒരുപോലെ ഹോൾഡ് ചെയ്യുന്ന എക്സിലാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഈ രണ്ട് കണ്ടീഷനും ദിസ് കണ്ടീഷൻ ആൻഡ് ദിസ് കണ്ടീഷൻ വിൽ ഇംപ്ലൈ വാട്ട്? എക്സ് ഗ്രേറ്റർ ദാൻ 1. രണ്ടും നമുക്ക് നടക്കണം കേട്ടോ. അപ്പോൾ അത് കിട്ടി. സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞാൽ എന്താ? x+2 നെഗറ്റീവ് ആവാം, x-1 നെഗറ്റീവ് ആവാം. സോ x+2 നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? x <-2. എക്സ് -2 ചെറുതാവാം. x-1 <0 എന്ന് പറഞ്ഞാലോ x <1 ആവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റ് എന്താ വരിക? രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് എന്താ കിട്ടുക? രണ്ടാമത്തെ കണ്ടീഷൻ കിട്ടുന്നത് എക്സ് -2 ചെറുതാവണം. അപ്പോൾ നമുക്ക് ഈ ലൈൻ വരച്ച് നോക്കാം. ഓക്കെ, ഇവിടെ 0, ഇവിടെ -1, ഇവിടെ -2. സോ -2 ചെറുതാവണം, ഇങ്ങോട്ട് വരണം. അടുത്തതെന്തോ? എക്സ് 1 ചെറുതാവണം. 1 ഉണ്ടെങ്കിൽ 1 ചെറുതാവണം എന്നാണ് പറയണത്. സോ എക്സ് 1 ചെറുതാവണം. അപ്പോൾ ഇങ്ങോട്ട് എല്ലാ ലൈൻസും വരും. ഒരേ സമയത്ത് -2 ചെറുതാവണം, 1 ചെറുതാവണം. രണ്ടും ഒരുമിച്ച് ഹോൾഡ് ചെയ്യണം. ഒരുമിച്ച് ഹോൾഡ് ചെയ്യുന്ന എവിടെ മാത്രമേ ഉള്ളൂ? -2 ചെറുതാവുന്ന എക്സുകൾക്ക് മാത്രമാണ് രണ്ട് കണ്ടീഷൻ ഒരുമിച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ നമുക്ക് എന്ത് ഉറപ്പ് വരുന്നത്? വി ഗെറ്റ് വാട്ട്? x <-2. അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് x <1 കിട്ടും, രണ്ടാമത്തെ x -2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പോസിബിലിറ്റിയാണ് നമ്മുടെ എക്സിന് കിട്ടിയത്. ഒന്നുകിൽ x > 1. x > 1 എന്ന് പറഞ്ഞാൽ ഇവിടെ 0, ഇവിടെ 1. 1ൻ്റെ മുകളിലുള്ള എല്ലാ നമ്പറും വരും. അപ്പോൾ ഉണ്ടോ 1 ഇൻഫിനിറ്റി. അപ്പോൾ x belong to 1 ഇൻഫിനിറ്റി. 1നും ഇൻഫിനിറ്റിക്ക് ഏത് നമ്പറുകളും വരാം. വലുത് തന്നെ 1 വലുതാവണമെന്നേ ഉള്ളൂ. x <-2 എന്ന് പറഞ്ഞാലോ ഇവിടെ -2 ആണെങ്കിൽ -2 താഴെ വരണം. അപ്പോൾ -∞ മുതൽ -2 വരെ കണ്ടോ. അപ്പോൾ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. അപ്പോൾ x belong to 1 ഇൻഫിനിറ്റി ഓർ x belong to -∞2. ഇങ്ങനെ നമുക്ക് രണ്ട് സെറ്റാക്കി കിട്ടി. ഓർ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അതിനെ നൊട്ടേഷൻ കൊടുക്കും? യൂണിയൻ വെച്ച് കൊടുക്കും. ആൻഡ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ഇൻ്റർസെക്ഷൻ വെച്ച് നമ്മൾ കൊടുത്തേനെ. സോ ഇവിടെ ഓർ ആയതുകൊണ്ട് എന്ത് എഴുതും? b = ഉണ്ടോ -∞ -2 യൂണിയൻ 1 ഇൻഫിനിറ്റി. ഇതാണ് നമ്മുടെ b എന്നുള്ള സെറ്റ്. -∞ -2 യൂണിയൻ 1 ഇൻഫിനിറ്റി ആണ് നമ്മുടെ b എന്നുള്ള സെറ്റ്. ഓക്കെ, ഡിറ്റർമിൻ ദ സെറ്റ് C = x belong to R with 2x + 1 by x + 2 <1. ഓക്കെ, അതിങ്ങനെ ചെയ്യുക. എക്സ് സിയിലുണ്ടെന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞ രണ്ട് സൈഡിലേക്ക് ആരോ മാർക്ക് ഇടണം. സോ കണ്ടീഷൻ എന്താ? 2x + 1 by x + 2 <1. അപ്പോൾ രണ്ട് സൈഡിൽ എന്ത് ചെയ്യും? നമ്മൾ 1 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യും. കാരണം നമുക്ക് എക്സിനെ ഒറ്റയ്ക്ക് ആക്കണമെങ്കിൽ ആദ്യം രണ്ട് ഒരു ഭാഗം 0 ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിലും ആദ്യം 1 സബ്ട്രാക്ട് ചെയ്തു. 1 സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ കിട്ടി. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കി? ഇവിടെ LHS നമ്മൾ എന്തെടുക്കും? ഇവിടെ നമ്മൾ LCM എടുക്കണം. അപ്പോൾ 2x + 1 - x - 2 by x + 2 എന്ത് കിട്ടി? <0 എന്ന് കിട്ടി. സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? x - 1 by x + 2 <0 എന്ന് കിട്ടി. കണ്ടോ? സോ x - 1 × x + 2 <0 നമുക്ക് എന്ത് എഴുതാം? അതിന് ഇങ്ങനെ എഴുതാം. x - 1 ഇൻറ്റു വി ക്യാൻ റൈറ്റ് ഇൻ ദിസ് വേ. x - 1 ഇൻറ്റു 1 by x + 2 <0 എന്നാക്കുക. കണ്ടോ? x - 1 ഇൻറ്റു 1 by x + 2 എന്താക്കുക? <0 എന്നാക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച ആ കൊറോളറിയാണ് എന്ത്? രണ്ട് നമ്പറുകളുടെ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഒന്നുകിൽ ഫസ്റ്റ് ടേം 0 ആവുക, സെക്കൻഡ് ടേം നെഗറ്റീവ് ആവുക, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം നെഗറ്റീവ് ആവുക, സെക്കൻഡ് ടേം പോസിറ്റീവ് ആവുക. അപ്പോൾ അവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഐദർ x - 1 is positive ആൻഡ് x + 2 is negative. ഓക്കെ, അതൊരു പോസിബിലിറ്റിയാണ്. അല്ലെങ്കിലോ x - 1 നെഗറ്റീവ് ആണെങ്കിൽ x + 2 എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ അതിനടുത്തത് എന്താ? ഒന്നാമത്തെ കണ്ടീഷൻ x - 1 പോസിറ്റീവും x + 2 നെഗറ്റീവും ആണെങ്കിൽ x - 1 പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ x > 1, x - 2 നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ x + 2 നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ x > -2. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ കോമൺ ഏരിയ ഏതായിരിക്കും? x ഒരു സമയത്ത് ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. 1 വലുതാവണം. അവിടുത്തെ -2 വലുതാവും. x <-2 എന്നാണ് പറയുന്നത്. സോ -1 ഇവിടെ -2 ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് ടേം. ഐദർ x belong to 1 ആൻഡ് x belong to ഐദർ x > 1 ആൻഡ് x <-2. എക്സ് ഒന്നെങ്കിൽ ഒരേ സമയത്ത് എന്താവണം? 1 വലുതാവണം, അതുപോലെ തന്നെ -2 ചെറുതും ആവണം. അങ്ങനെ ഒരു നമ്പർ ഉണ്ടാവില്ല അല്ലേ? ഒരേ സമയത്ത് 1 വലുതാവുകയും എന്നാൽ -2 ചെറുതായിട്ട് വരുന്ന നമ്പർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക്
ഈ കണ്ടീഷനിൽ നിന്ന് ഫസ്റ്റ് കണ്ടീഷനിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ നമ്മുടെ എക്സിന് കിട്ടില്ല. ഓക്കെ, ഇനി അടുത്തത് ഓർ x-1 നെഗറ്റീവ് ആവും, x+2 പോസിറ്റീവ് ആവും. x-1 നെഗറ്റീവ് ആയാൽ x<1 ആണ്, x+2 പോസിറ്റീവ് ആയാലോ x>-2 ആണ്. അപ്പോൾ അതെന്താ വരിക നോക്കി, ഒരേ സമയത്ത് എക്സ് 1നേക്കാൾ ചെറുതാവണം, 1 ഇവിടെ 0. ഒരു സമയത്ത് എക്സ് എന്താണ് 1നേക്കാൾ ചെറുതാക്കാം. ഇവിടെയോ എക്സ് -2നേക്കാൾ വലുതും ആവണം, 1നേക്കാളും ചെറുതും ആവണം. ഇവിടെ -2 -2നേക്കാൾ വലുതും ആവണം എന്ന് പറഞ്ഞാൽ എന്ത് വരും, -2 മുതൽ 1 വരെയുള്ള എല്ലാ ഭാഗങ്ങളും വരും അല്ലേ. 1നേക്കാളും ചെറുതും ആവണം എന്നാൽ -2നേക്കാൾ വലുതും ആണെന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇൻ്റർവെൽ ഉണ്ടാവുക. -2 മുതൽ 1 വരെയുള്ള എല്ലാ ഭാഗങ്ങളും വരും. ഇത് മാത്രമേ എക്സ് വരുള്ളൂ. ആദ്യത്തെ കേസ് നമുക്ക് രണ്ടും കിട്ടിയില്ല, കാരണം ഒരേ സമയത്ത് എക്സിന് എന്താകാൻ പറ്റില്ല, 1നേക്കാൾ വലുതും -നേക്കാൾ ചെറുതും ആകാൻ പറ്റില്ല. കണ്ടോ അവിടെ ആൻഡ് ആകുമ്പോഴത്തേക്ക് ഓർക്കും, രണ്ട് കണ്ടീഷൻ ഒരുമിച്ച് ഹോൾഡ് ചെയ്യണം. ഇത് ഹോൾഡ് ചെയ്യാൻ -2 മുതൽ 1 വരെയുള്ള ആൾക്കാർക്ക് പറ്റും. സോ നമ്മൾ സി ഏതാണ്, സി ഈസ് എ സെറ്റ് -2, 1. ഓക്കെ.